ഒരു വിദ്യാർത്ഥി അത് ആരുമാവട്ടെ നിലത്ത് വീണ് കിടക്കുമ്പോൾ അടികൊണ്ട് നിലത്ത് വീണ് കിടക്കുമ്പോൾ ചാകണം അവരെന്ന ഉദ്ദേശത്തിൽ തലച്ചോറ് തല്ലിപ്പൊളിക്കുന്നത് എന്ത് വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനമാണ് ഷമ്മാസെ? അങ്ങനെ നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നെങ്കിൽ ഒരു ജില്ലാ പ്രസിഡന്റ് ഇങ്ങനെ കാണിക്കുന്നത് കൺമുമ്പിൽ ദൃശ്യം കാണുമ്പോ എടുത്ത് പുറത്തു കളയണ്ടേ? പുറത്തു കളഞ്ഞോ? സംരക്ഷിക്കുമെന്നാണ് KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത്. നിങ്ങൾ ഇതുപോലുള്ള ആളുകളെ വെച്ച് പ്രവർത്തനം നടത്തി ജില്ലാ പ്രസിഡന്റിന്റെ കസേരയിൽ ഇരിക്കുന്ന ഒരു ഉത്തരവാദപ്പെട്ട വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തകൻ ഇങ്ങനെ ഒരാളെ കൊല്ലാവുന്ന വിധത്തിൽ, അതിമാരകമായ വിധത്തിൽ, പരുക്കേൽപ്പിക്കാവുന്ന വിധത്തിൽ ഇതുപോലെ അതിക്രമം കാണിക്കുന്നതിന്റെ ന്യായം എന്താണ്? അതാണ് ഇവിടുത്തെ ആദ്യത്തെ ചോദ്യം. ഒരു ചെറുപ്പക്കാരനെ 5-6 പേര് ചേർന്ന്, 5-6 8-10 പേര് ചേർന്ന് തല്ലുകയാണ്. അയാൾ നിലത്ത് വീണ് കിടക്കുമ്പോഴും വലിയ വടി ഉപയോഗിച്ച് അയാൾ മരിച്ചു പോകാമായിരുന്നു. ആന്തരിക രക്തസ്രാവമുണ്ട്. മരിച്ചു പോകാവുന്ന വിധത്തിൽ ഇത്രയും ക്രൗര്യത്തോടുകൂടി ആക്രമിക്കൽ എങ്ങനെയാണ് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനമാവുക? വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾക്ക് ഇത്രയും ക്രൗര്യം എങ്ങനെയാണ് മനസ്സിൽ വരിക? എവിടെ ശ്രദ്ധയിൽപ്പെടാത്ത പ്രശ്നം? ഇതിന് മറുപടി പറയൂ. നിരായുധനായി നിലത്തു വീണു പോയ ഒരു വിദ്യാർത്ഥിയുടെ തലച്ചോറ് തല്ലിക്കീറുന്നത് പ്രതിരോധമാണ് എന്നുള്ളതാണ് കേരള വിദ്യാർത്ഥി യൂണിയന്റെ രാഷ്ട്രീയമെങ്കിൽ അത് പറഞ്ഞു പോകണം.